നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃച്ഛികമല്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത നിങ്ങളിങ്ങനെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ജനിച്ചത് ഒരു സാധാരണ ജീവിതം ജീവിച്ച് തീർക്കാനല്ല എന്ന് നിങ്ങളുടെ ഊർജം നിരന്തരമായി നിങ്ങളെ വിളിച്ചോതുന്നതാണ് ഈ അസ്വസ്ഥത. എൻ്റെ പേര് OH റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങുന്ന അപാരമായ ആ സൃഷ്ടാവിനെ കുറിച്ചാണ്. നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരു മൃഗമല്ല. എന്നാലും നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഭയത്തിലും ഒളിച്ചോട്ടത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. കാരണം ബ്രെയിൻ കുറേ പഴയതാ, ലക്ഷക്കണക്കിന് വർഷത്തിൻ്റെ പ്രായമുണ്ട് അതിന്. എന്നാൽ ഇന്ത്യൻ, അതുപോലെ ടിബറ്റൻ, എന്തിന് എല്ലാ ഇസത്തിലും, ഇസ്ലാമായാലും ക്രിസ്ത്യാനിയായാലും എല്ലാം വിളിച്ചോതുന്നത് നിങ്ങളുടെ ഉള്ളിൽ കൂട്ടിക്കൊള്ളുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ, അത് ദൈവത്തിൻ്റെ തന്നെ അതേ ഊർജമാണ് എന്നാണ്. നമുക്കതിന് ദൈവമെന്നോ സൃഷ്ടാവെന്നോ ഒക്കെ വിളിക്കാം. നിങ്ങളുടെ ഉള്ളിൽ അപാരമായ കഴിവുകളുണ്ട്. നിങ്ങൾ സകലതുമാണ് എന്ന് അറിഞ്ഞിട്ടും ഒന്നുമല്ലാത്തതായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണമാണ് ഈ അസ്വസ്ഥതകൾ. നിങ്ങൾ അനുഭവിക്കുന്ന ദേഷ്യവും വാശിയും അസൂയയും ദുഃഖവും എല്ലാം ഈ വലിയ ഊർജം പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. കാലാകാലങ്ങളായിട്ട് സമൂഹവും സംസ്കാരങ്ങളും നിങ്ങളെ പഠിപ്പിച്ചത് ഈ അസ്വസ്ഥതകളെ അടിച്ചമർത്താനാണ്. ഈ ഊർജത്തെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാൻ അന്നത്തെ മനുഷ്യർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും നിങ്ങൾ ആ പഴയ കെട്ടുപാടുകൾ, സമൂഹവും സംസ്കാരവും സൃഷ്ടിച്ച പഴയ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിയണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ അസ്വസ്ഥതകളെ ഇല്ലാതാക്കാനല്ല. നിങ്ങളുടെ ദുഃഖമായാലും ദേഷ്യമായാലും വാശിയായാലും അസൂയയായാലും ഇതിനൊന്നും ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് ഇതിനെ ബിസിനസ്സിലും ജീവിതത്തിലും ഒന്നാമനാകാനുള്ള ഇന്ധനമാക്കി ഈ അസ്വസ്ഥതകളെ നമുക്ക് മാറ്റാൻ കഴിയും. ഞാനീ പറയുന്നത് വെറുമൊരു കേവലം തത്വചിന്തയൊന്നുമല്ല. ഈ ജീവോർജത്തെ സുഗമമായി പ്രവഹിക്കാൻ ഇന്ന് തന്നെ നിങ്ങളെ പരിശീലിപ്പിക്കാൻ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ഒന്ന് ചെയ്യുക. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഈ അസ്വസ്ഥതകളെ ഒന്ന് അംഗീകരിക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. ബുദ്ധിപൂർവ്വം നീങ്ങുക. ഈ അസ്വസ്ഥതകളെ ഒന്ന് അംഗീകരിക്കുക. ഇപ്പം മുതൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ ദേഷ്യമോ വാശിയോ അസൂയയോ വരുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ, അടിച്ചമർത്താൻ ശ്രമിക്കരുത്. ആ നിമിഷം കണ്ണൊന്ന് അടച്ച് മനസ്സിൽ ഉറപ്പിച്ച് പറയുക, ഇത് എൻ്റെ തളർച്ചയല്ല, ഇത് എൻ്റെ ഉള്ളിലെ സൃഷ്ടാവ്, ആ ഊർജം ഉണരുന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മൾ നമ്മളെ കുറ്റം പറയാണ്ട് ആദ്യം അതൊന്ന് അംഗീകരിക്കുക. രണ്ടാമതായിട്ട് ഈ ഊർജത്തെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുക. അതായത് ചൈനീസ് തത്വചിന്ത പ്രകാരം നമ്മുടെ ഉള്ളിലെ ഈ ജീവോർജം കി എപ്പോഴും ഒരു ലക്ഷ്യത്തിലേക്ക് ഒഴുകണം. ദേഷ്യമായാലും അസൂയയായാലും അസ്വസ്ഥതകളായാലും ദുഃഖമായാലും ഒരു ലക്ഷ്യത്തിലേക്ക് ഒഴുകണം. അതായത് ഈ അസ്വസ്ഥത വരുമ്പോൾ അതിനെ വെറുമൊരു സങ്കടമോ ദേഷ്യമോ ഒന്നാക്കി മാറ്റാതെ ആ ഊർജ്ജം ഉപയോഗിച്ച്, അതായത് ഒരു അസ്വസ്ഥതയാണ്, ഹേർട്ട് ബീറ്റ് കൂടി ഉണ്ടാവും, ശ്വാസോച്ഛ്വാസം കൂടി ഉണ്ടാവും, അല്ലേ? എന്തോ ഒരു അസ്വസ്ഥത നമ്മുടെ ഉള്ളിൽ നുരഞ്ഞ് പൊന്തിയിട്ടുണ്ട്. ആ ഒരു ഊർജ്ജം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആ ഊർജത്തിനെ ഒഴുക്കി വിടുക. അത് ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കാതെ ലെറ്റ്സ് യൂസ് ഇറ്റ്. എൻ്റെ ഉള്ളിലെ സൃഷ്ടാവ് ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അസ്വസ്ഥതകൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അപാരമായ ശേഷികൾ ഉണ്ടായിട്ടും അതിനെ ഉപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന കാരണത്താൽ എൻ്റെ ഉള്ളിൽ ആ ഒരു ഊർജ്ജം എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ എവിടെയുണ്ട്, എനിക്ക് പുറത്തു വരണം. ആ പുറത്തു വരാൻ വേണ്ടി നമ്മൾ അനുവദിക്കാത്ത കാരണത്താലാണ് ഈ അസ്വസ്ഥതകൾ നമ്മളെ ഉപദ്രവിക്കുന്നത്. അതിന് പകരമായിട്ട് ആ അസ്വസ്ഥതകളെ ആദ്യം ഒന്ന് അംഗീകരിക്കുക. എന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അതിനെ തിരിച്ചു വിടുക. നമ്മൾ ബിസിനസ്സിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് അത് ചെയ്യേണ്ടത് എന്ന് മനസ്സുറപ്പിച്ച് അതിലേക്ക് അങ്ങോട്ട് ഇറക്കുക. അതായത് നിങ്ങളുടെ അസ്വസ്ഥതകളുണ്ടാകുന്ന ആ ഊർജ്ജത്തെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് ഈ ഊർജ്ജത്തിൻ്റെ ഫ്രീക്വൻസി അതൊന്ന് ലോക്ക് ചെയ്യണം. അതായത് ആ സമയത്ത് ദുർബലമായ ആളുകളോടൊപ്പം നിൽക്കരുത്. അവർ നമ്മളെ അത് മൃഗീയ ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രേരിപ്പിക്കും. അതേസമയം ഈ സമയത്ത് ചില ആളുകൾ ആ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്തുണ്ടല്ല,
നിനക്കെന്താണ് ഇന്നത് ചെയ്താൽ, അല്ലെങ്കിൽ സങ്കടം പിടിച്ച് നിൽക്കുന്ന സമയത്തുണ്ടല്ല, നിനക്കെന്താ ഇത് ചെയ്താൽ എന്ന് പറയുമ്പോൾ അത് ചെയ്യണമെങ്കിൽ ഒരു വാശി വേണ്ടേ? ആ വാശിയാണ് ഈ ഊർജം. അപ്പോൾ നിങ്ങളുടെ അപാരമായ ഊർജത്തെ ഉണർത്തി ഉപകാരപ്രദമായ വഴികളിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന ആളുകളോടൊപ്പം നിങ്ങൾ ആ സമയത്ത് ഉണ്ടാവണം. നിങ്ങൾ ഈ ഭയത്തിൻ്റെ കെട്ടുപാടുകളിൽ ഒളിച്ചിരിക്കേണ്ടവനല്ല. നിങ്ങളിന്നീ കാണുന്ന യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. ധൈര്യത്തോടെ ഈ ലോകത്തേക്ക് ഇറങ്ങൂ. അവിടെ നിങ്ങൾക്കായി വലിയൊരു സാമ്രാജ്യം കാത്തു നിൽക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അതിലേക്കൊരു തേരാളിയായി നിങ്ങൾക്ക് മുന്നിൽ ഞാനുണ്ടാവും. ഇനി നിങ്ങൾ ആ പഴയ മനുഷ്യനല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൃഷ്ടാവാണ് നിങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങളെ തളർത്തിയിട്ടിട്ടുള്ള നല്ലവൻ എന്നുള്ളൊരു മുഖംമൂടിയുണ്ട്. അതിനെ നമുക്കങ്ങ് വലിച്ചെറിയാം. അത് സമൂഹവും സംസ്കാരം കൂടി നമ്മളെ അടിച്ചേൽപ്പിച്ചതാ. ആ മാറ്റത്തിലേക്ക് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ അടുത്ത വീഡിയോക്കായിട്ട് ഉത്സാഹത്തോടു കൂടി കാത്ത് നിൽക്കുക. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ.